ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് നമ്മൾ ഒരുപാട് പല മെത്തേഡുകളും നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. 1 മാസം 2 മാസം 3 മാസമൊക്കെ നമ്മൾ ട്രൈ ചെയ്യും. നമ്മൾ ട്രൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ഒരു ലെവൽ എവിടെയായിരുന്നു, നമ്മളൊരു 3 മാസം ട്രൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു ലെവൽ എവിടെയാണെന്നൊക്കെ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും എനിക്ക് വലിയ കാര്യമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണുന്നില്ല കേട്ടോ. അതായത് ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അത് കറക്റ്റ് അല്ല എന്ന് തോന്നണു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ട്രൈ ചെയ്ത് നോക്കും, കഷ്ടപ്പെട്ട് പഠിച്ചു നോക്കും, നമുക്കൊരു ഇമ്പ്രൂവ്മെൻറ്റും കാണാനില്ല അല്ലേ. കുറേ കഴിയുമ്പോൾ നമ്മൾ ഈ പരിപാടി നിർത്തും. സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല കേട്ടോ, നമ്മൾ ഏതൊരു കാര്യമാണോ പുതിയതായിട്ട് പഠിക്കാൻ ശ്രമിച്ചാലും മിക്ക ആളുകൾക്കും സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ പരിപാടി നിർത്തും അല്ലേ. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു കിടിലൻ ബുക്കാണ് കേട്ടോ, ആറ്റോമിക് ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞ പുള്ളിക്കാരനാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ബുക്കിനകത്ത് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് 1% റൂൾ എന്ന് പറയുന്നത്. എന്താണ് 1% റൂള്? നിങ്ങളിപ്പോൾ UAE ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡാന്യൂബ് പ്രോപ്പർട്ടീസിൻ്റെ 1% പേയ്മെൻറ്റ് പ്ലാനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. അത് നമ്മൾ നോക്കുമ്പോൾ 1% അടച്ചാൽ മതി എന്നുള്ള പോലെ 1% റൂൾ. അതായത് എവ്രി ഡേ നമ്മൾ 1% വെച്ച് നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 1 ആണ് നമ്മൾ വിചാരിക്കുക, 1 ആണ് നമ്മൾ 1% ഇംപ്രൂവ് ചെയ്യാണ്. 1.01 365 ദിവസം അടുത്തൊരു വർഷത്തേക്കാണ് നമ്മൾ ഈ ഒരു ചലഞ്ച് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ 1.01 × 365 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ 37.78 ആണ്. അതായത് നമ്മൾ ഇന്ന് എത്ര ലെവലിലാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സ്പീക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ വർക്കൗട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു എബിലിറ്റി 1 ആണെന്ന് കരുതുക. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ഒരു 1 ഇയർ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ നമ്മൾ 1-ൽ നിന്ന് 37-ലേക്ക് എത്തിയിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മൾ 1% ഡീഗ്രോത്ത് ആവാൻ തീരുമാനിച്ചു. 0.99 കുറഞ്ഞല്ലോ, ഒരു പോയിന്റ് കൂടി കൂടിക്കഴിഞ്ഞാൽ 100 0.99 × 365 അടിച്ചു കഴിഞ്ഞാൽ 0.03 ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ താഴത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാര്യമായിട്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ല. പക്ഷേ മുകളിലോട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ കൂടുന്തോറും നമുക്ക് ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയാലും RD ആയാലൊക്കെ വർഷങ്ങൾ കൂടുന്തോറും ഈ ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂടുന്നത് പോലെയാണ് ഈ ഒരു സിസ്റ്റം വർക്കാവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ആകെ കൺഫ്യൂഷൻ ആയിട്ടാണോ ചിലപ്പോൾ എന്താണ് മൂപ്പർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാനൊരു 1%-ൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ സംശയമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തുടർന്ന് കാണുക. ഒരു തുടക്കക്കാരനായിട്ടുള്ള വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ പഠിച്ച് വരണം അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ ഒരു മോട്ടിവേഷനൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് ചെയ്യുന്നത്. കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ ബുക്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, കിടിലൻ എക്സാമ്പിൾ. അതായത് 2003 വരെ ബ്രിട്ടീഷ് സൈക്ലിംഗ് ടീം, നമ്മളിപ്പോൾ ക്രിക്കറ്റ് ടീം ഫുട്ബോൾ ടീം എന്നൊക്കെ പറഞ്ഞ പോലെ ബ്രിട്ടൻ്റെ സൈക്ലിംഗ് ടീമിന് ആകെ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരു ഗോൾഡ് മെഡൽ മാത്രമാണ്. അതായത് ഒരു 100 വർഷത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആകെ ഒരൊറ്റ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഇവരിങ്ങനെ ആകെ ഒരു മോശം സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഡേവ് ബ്രെയിൽസ്ഫോർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു കോച്ചിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഉണ്ട്, നല്ല ടീമുണ്ട്, ഫണ്ടിങ് ഉണ്ട്, എല്ലാ ഓപ്ഷനുകളും ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും ഇവർക്ക് നല്ലൊരു പ്രൈസ് കിട്ടുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ചലഞ്ച്, നിങ്ങൾക്ക് അടുത്തൊരു 10 വർഷം നിങ്ങളിങ്ങനെ ഈ ടീമിനെ മാനേജ് ചെയ്യുക, പക്ഷേ എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല നമ്മുടെ സൈക്ലിംഗ് ടീമിന് നല്ലൊരു ഇംപ്രൂവ്മെൻറ്റ് കാണണം എന്നാണ് ചലഞ്ച് വന്നത്. അപ്പോൾ ഈ ഡേവ് ആദ്യമായിട്ട് കോച്ചിൻ്റെ ഒരു പൊസിഷൻ എടുക്കുന്ന സമയത്ത് അന്നത്തെ പേര് കേട്ട സൈക്കിൾ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള പല കമ്പനിക്കാർ പോലും പറഞ്ഞു, ഞങ്ങൾ ബ്രിട്ടീഷ് ടീമിനെ അല്ലെങ്കിൽ ബ്രിട്ടൻ ടീമിനെ ഞങ്ങൾ സ്പോൺസർ ചെയ്യില്ല, ഞങ്ങളുടെ സൈക്കിളുകൾ, ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ സൈക്കിളുകൾ പോലും ഞങ്ങൾ കൊടുക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ പോലും ഒരു മെഡൽ നേടുന്നില്ല. അപ്പോൾ അവസാനം ജനങ്ങളെന്ന് വിചാരിക്കുന്നല്ലോ ഇവർ ഉപയോഗിക്കുന്ന സൈക്കിളൊക്കെ മോശമാണെന്ന് കരുതിയിട്ട് ഞങ്ങളുടെ സൈക്കിളിൻ്റെ സെയിൽ കുറഞ്ഞാലോ എന്ന് കരുതിയിട്ട് ഇവർക്ക് സ്പോൺസർഷിപ്പ് പോലും ക്യാൻസലായി നിൽക്കുന്ന ആകെ അടപടലം പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരൻ ചാർജ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് പുള്ളി കോച്ചായിട്ട് ചാർജ് എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഒളിമ്പിക്കിൽ 60% സൈക്ലിംഗ് മത്സരങ്ങളുടെ 60% മെഡലുകളും നേടിയത് ബ്രിട്ടീഷ് ടീമാണ്. അതുപോലെ തന്നെ 2003 ഈ പുള്ളിക്കാരൻ ചാർജ് എടുക്കുന്നത്. 2007 മുതൽ 2017 വരെ നോക്കിക്കഴിഞ്ഞാൽ 108 ഇന്റർനാഷണൽ മെഡലുകളാണ് സൈക്ലിംഗ് മത്സരത്തിൽ ആ ഒരു 10 വർഷം കൊണ്ട് ബ്രിട്ടൻ നേടിയെടുത്തത്. അതായത് ആ ഒരു
വർഷങ്ങളിലെല്ലാം നടന്ന ഒളിമ്പിക് മത്സരങ്ങളിൽ ഇവരുടെ ഒരു ആധിപത്യമായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ടാവില്ലേ, എന്താണ് കഴിഞ്ഞ 100 വർഷം ഇവർ ചെയ്യാതിരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഡേവ് എന്ന് പറഞ്ഞ കോച്ച് ഇവരെ കൊണ്ട് ചെയ്യിച്ചത്. അതേ ടീമിനെ തന്നെയാണ് അവർ മുന്നോട്ട് കൊണ്ടുപോയത്. രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ട്രെയിനിങ് ചെയ്തിരുന്ന അതേപോലത്തെ പാറ്റേണും അതേ സമയവും കാര്യങ്ങളും തന്നെയാണ് അവർ ട്രെയിനിങ്ങും ചെയ്തിരുന്നത്. അതായത് എക്സ്ട്രാ സമയം കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് ട്രെയിൻ ചെയ്ത് കഷ്ടപ്പെടുത്തിയിട്ടൊന്നുമല്ല ഇവർ ഈ മത്സരത്തിൽ ഇത്ര അധികം ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയത്. അങ്ങനെയാണ് 1% ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ 1% ചേഞ്ച് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഈ ഡേവ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ പുള്ളിക്കാരൻ മാറ്റം വരുത്തിയിട്ടുണ്ടാവും? ഒന്നാമത്തെ സംഭവം, ഈ സൈക്ലിങ്ങിന് വേണ്ട A to Z കാര്യങ്ങൾ. അതായത് നമ്മൾ പറയില്ലേ, നല്ല ഷൂസ് മേടിക്കണം, ബനിയൻ മേടിക്കണം, സൈക്കിൾ മേടിക്കണം, ട്രാക്ക് വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ അതായത് എന്തൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ഈ ഒരു സൈക്ലിംഗ് മത്സരത്തിന് വേണ്ടി ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ കംപ്ലീറ്റ് ഫസ്റ്റ് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്തു. നെക്സ്റ്റ് അവർ എന്ത് ചെയ്തു അറിയും, ഈ സൈക്ലിംഗ് മത്സരത്തിന് ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ സീറ്റ് മാറ്റി. റൈഡ് ചെയ്യുന്ന ആളുകൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റ് ഇവർ ഡിസൈൻ ചെയ്തിട്ട് സീറ്റ് മാറ്റി. അടുത്തത്, ഇവർ ടയറുമേ ആൽക്കഹോൾ റബ്ബ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഗ്രിപ്പ് കിട്ടും. ഇരിക്കുന്ന ആളുകൾ ഇടുന്ന ജേഴ്സി ഉണ്ടല്ലോ, ആ ജേഴ്സിയുടെ മെറ്റീരിയൽ ഇവർ മാറ്റി. കൂടുതൽ കാറ്റ് കടക്കുന്ന, എയർ സർക്കുലേഷൻ വരുന്ന, ഇവർക്ക് കൂടുതൽ ക്ഷീണം തോന്നാത്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അത്തരത്തിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ജേഴ്സി അവർ കണ്ടുപിടിച്ചു. മൂന്നാമത്തത്, ഇവർക്ക് ഇടാവുന്ന സ്പെഷ്യലായിട്ടുള്ള ഷൂസ് ഇവർ മാറ്റി. ഇവർക്ക് പറ്റുന്ന ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഇവരുടെ ഒരു എഫിഷ്യൻസി കൂട്ടുന്ന രീതിയിലുള്ള ഷൂസ് ഇവർ കണ്ടുപിടിച്ചു. അടുത്തത് ഇവർ മാറ്റിയത്, ഇവർ ഇഞ്ചുറി ഒക്കെ പറ്റുമ്പോൾ യൂസ് ആക്കുന്ന ഒരു ജെല്ലുണ്ട്, പെയിനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് യൂസ് ആക്കുന്ന ജെല്ല്. അതായത് ഇവർക്ക് എത്ര പെട്ടെന്ന് ഈ ഒരു ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആവാൻ സാധിക്കുമോ ആ ഒരു മാറ്റം വരുത്തുന്ന ആ ജെല്ല് മാറ്റി ഇവർ വേറൊരു ജെല്ല് കൊണ്ടുവന്നു. അതിനുശേഷം അടുത്തത് ഇവരെന്ത് ചെയ്തു, ഇവരൊരു സർജനെ നിയമിച്ചു. ഈ കോച്ച് എന്തിനാണെന്നറിയോ, ഇവരുടെ പേഴ്സണൽ ഹൈജീനും കൈ കഴുകുന്നത് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിനും ഇവരെ കോച്ചിങ് ചെയ്യുന്നതിനും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഒരു കോച്ചിങ്ങിൻ്റെ ഇടയിൽ ഇവർ ഹൈജീൻ പ്രോപ്പറായിട്ട് നോക്കാത്തത് കാരണം ഇവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഇവരുടെ പെർഫോമൻസിനെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഒരു ഡോക്ടറെ തന്നെ നിയമിച്ചു വൃത്തിയും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട്. അടുത്തത്, ഇവർ ഉറങ്ങുന്ന റൂമിലെ ബെഡ്, തലോണ, മറ്റ് സംഭവങ്ങളെല്ലാം ഇവർ മാറ്റി. സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആവുന്ന രീതിയിലുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടുന്ന രീതിയിലുള്ള തലോണയും ബെഡൊക്കെ മാറ്റി ഇവർ. അടുത്തത്, ഒരു ബയോ ഫീഡ്ബാക്ക് സെൻസർ. അതായത് ഇവർ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻസറും കാര്യങ്ങളും ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിന്റ് കൂടി പറയട്ടെ, ഇവരുടെ സൈക്കിളൊക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രക്ക് ഉണ്ടല്ലോ, നമ്മളൊരു കണ്ടെയ്നർ പോലത്തെ ട്രക്ക്. ആ ട്രക്കിൻ്റെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ കളറാണ് നോർമലി ഉണ്ടാവാറ്. അത് മാറ്റി ഇവർ ആ ട്രക്കിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വൈറ്റ് പെയിന്റ് അടിച്ചു. എന്തിനാണെന്നറിയോ, വൈറ്റ് പെയിന്റ് അടിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ കരടോ കാര്യങ്ങളോ തങ്ങി നിൽക്കുന്നുണ്ടോ, സൈക്കിളും പൊടി പിടിച്ച് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ. കാരണം ഈവൻ ഒരു 1 gram പൊടി പോലും അവരുടെ സൈക്കിളും എക്സ്ട്രാ ആവാത്ത രീതിയിൽ എപ്പോഴും നീറ്റും ക്ലീനുമായിരിക്കാനും അവരുടെ എഫിഷ്യൻസി കൂട്ടുന്നതിനും വേണ്ടിയിട്ട് അവിടെ കംപ്ലീറ്റ് വൈറ്റും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഈ കാര്യങ്ങൾ പ്ലസ് ഇതുപോലത്തുള്ള മൈന്യൂട്ടായിട്ടുള്ള ഒരുപാട് ചേഞ്ചുകൾ വരുത്തി. പ്ലസ് അവർ നോർമലി ചെയ്തുകൊണ്ടിരുന്ന പ്രാക്ടീസും കാര്യങ്ങളും തുടരുകയും ചെയ്തു. 2008 നടന്ന ഒളിമ്പിക്സിൽ 60% സൈക്ലിംഗ് മത്സരങ്ങളുടെ 60% മെഡലുകളും നേടിയത് ബ്രിട്ടീഷ് ടീമാണ്. പുള്ളിക്കാരൻ ഇംപ്ലിമെൻ്റ് ചെയ്തതിൽ നിന്ന് ജെയിംസ് ക്ലിയർ കണ്ടുപിടിച്ച ഒരു സംഭവമാണത്. അതായത് 1% ചേഞ്ച് നമ്മുടെ ഒരു ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനീഷ്യലി നമുക്ക് നോക്കുമ്പോൾ കാര്യമായിട്ട് ചേഞ്ചും കാര്യങ്ങളൊന്നും കാണില്ല. കാരണം ഇപ്പോൾ 2003 ഡേവ് കോച്ചായിട്ട് ജോയിൻ ചെയ്തെങ്കിലും 2004 2005 ചിലപ്പോൾ ഈ ചേഞ്ചുകളൊന്നും കണ്ടിരുന്നുണ്ടാവില്ല. പക്ഷേ 2008 അടുത്ത 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസ് ഭയങ്കരമായ ഒരു പീക്ക് ലെവലിലേക്ക് എത്തുന്നതായിട്ട് കാണാൻ സാധിച്ചു കേട്ടോ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ദിവസം ഒരു ഇംഗ്ലീഷ് വാക്ക് പഠിക്കുന്നു, അത് വെച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് പഠിക്കുന്നു. നമ്മൾ 1 മാസം 2 മാസം 3 മാസമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 100 വാക്ക് പഠിച്ചിട്ടുണ്ടാവും, 100 ഇംഗ്ലീഷ് സെൻറ്റൻസ് പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ചിലപ്പോൾ കാര്യമായൊരു ചേഞ്ച് ഒന്നും തോന്നില്ല. ഇതേ സംഭവം നിങ്ങളൊരു 2-3 വർഷം തുടർന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു 1000 ഇംഗ്ലീഷ് വാക്ക് പഠിച്ചിട്ടുണ്ടാവും, ഒരു 1000 ഇംഗ്ലീഷ് സെൻറ്റൻസും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. കാരണം 1000 ഇംഗ്ലീഷ് വാക്കും 1000 ഇംഗ്ലീഷ് സെൻറ്റൻസും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയിട്ട് ഏതൊരു വ്യക്തിയോട് പോലും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ തീരുമാനിക്കേണ്ടത്, ഞാൻ ഇന്ന് മുതൽ ഏതെങ്കിലും ഒരു വാക്ക് ഡെയിലി പഠിക്കും. അതും എനിക്ക് ആവശ്യമുള്ള
ആവശ്യമുള്ള വാക്ക്, ആവശ്യമില്ലാത്ത വാക്ക് പഠിച്ചിട്ട് നമ്മൾ യൂസ് ആക്കാതിരിക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യം വരുന്ന മലയാളം വാക്കുകൾ അറിയാലോ. അതിന് ഇംഗ്ലീഷ് തപ്പുക, ഇംഗ്ലീഷ് അറിയാത്ത വാക്കുകളാണെന്നുണ്ടെങ്കിൽ അത് എഴുതി വെച്ച് പഠിക്കുക. അത് വെച്ചിട്ട് വരുന്ന ഒരു സെൻറ്റൻസ് കണ്ടുപിടിച്ചിട്ട് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാക്കും പഠിച്ചു, 1-2 സെൻറ്റൻസുകളും പഠിച്ചു. ഇനി നിങ്ങൾക്ക് അതിന് ഹെൽപ്പായിട്ട് നമ്മളൊരു വൊക്കാബുലറി സീരീസ് തുടങ്ങണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഓരോ വാക്ക് വെച്ചിട്ട് ഒരു വാക്കും അതിൻ്റെ ഒരു 5-10 എക്സാമ്പിൾ സെൻറ്റൻസും വെച്ചിട്ട് ഒരു വീഡിയോ സീരീസ് തുടങ്ങാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ. പക്ഷേ അങ്ങനെ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യണം, യെസ് വൊക്കാബുലറി സീരീസ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വൊക്കാബുലറിന്നോ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ ഒരു 5-10 പേരെങ്കിലും കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഈ ഒരു 1% ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും അല്ലേ. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടു, നമ്മളിങ്ങനെ ഫ്ലൈറ്റൊക്കെ എടുത്ത് പൊന്തി 1% ആംഗിൾ പൈലറ്റ് മാറ്റിക്കഴിഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ പുറപ്പെട്ട 2 പ്ലെയിനുകളിൽ ഒരു പ്ലെയിനിൻ്റെ ഡയറക്ഷൻ 1% ചെരിച്ചു കഴിഞ്ഞാൽ ഒരു 2000-3000 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പ്ലെയിനുകളും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനുകളിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. 2 പേരും അടുത്ത് പോലും ആയിരിക്കില്ല എത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഇനീഷ്യലി ഇവർ ഈ പുറപ്പെടുന്ന സമയത്ത് 1% നമ്മൾ ഡയറക്ഷൻ മാറ്റി നോക്കിയാൽ പോലും കുറേ അധികം കിലോമീറ്ററുകൾ ഇവർ തമ്മിൽ ഏകദേശം അടുത്തോടെ തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണുകയും ഒരുപാട് ദൂരം കഴിയുമ്പോൾ ഇവർ തമ്മിലുള്ള അകലം ഭയങ്കരമായിട്ട് കൂടുന്നതായിട്ടും കാണാം. മനസ്സിലായില്ലേ? അപ്പം അത് തന്നെയാണ് സെയിം ആയിട്ട് നമ്മൾ 1% റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു 25 വയസ്സായ 2 കൂട്ടുകാർ, അവർക്കിപ്പോൾ 25 വയസ്സാണ്. 2 പേരും പറഞ്ഞുകൂടെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് ചെയ്താലോ. അടുത്തൊരു 35 വർഷത്തേക്ക് ലോങ് ടേം ചലഞ്ച് എന്ന് നമ്മൾ ഈ ഒരു സയൻറ്റിഫിക് സ്റ്റഡിയൊക്കെ പറയുന്നത് പോലെ ഒരു ചലഞ്ച്. ഒരുത്തൻ പറഞ്ഞു, ഞാൻ ഒരു മാസം 1000 രൂപ വെച്ചിട്ട്, എനിക്ക് അത്യാവശ്യം മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒരു 10, 12, 13% ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിൽ ഞാൻ ഈ മാസം 1000 രൂപ നിക്ഷേപിക്കാൻ പോവാണ്. എല്ലാ മാസവും 1000 രൂപ, അതായത് ഒരു വർഷം 12,000 രൂപ. മറ്റവൻ പറഞ്ഞു, നീ ഇൻവെസ്റ്റ് ചെയ്തോ. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് 1000 രൂപ എടുത്തിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മറ്റു സാധനങ്ങൾക്കായിട്ട് ഞാൻ 1000 രൂപ ചിലവാക്കാൻ പോവാണ്. അപ്പോൾ 2 പേരുടെ കയ്യിൽ നിന്നും 1000 രൂപ ചിലവാകുന്നുണ്ട്. ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചിലവാക്കുന്നു, മറ്റൊരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പിങ്ങും കാര്യങ്ങളും ഫുഡൊക്കെ ആയിട്ട് ചിലവാക്കുന്നു. ഇവർ 2 പേരും കൊണ്ട് ഇനി നമുക്ക് 60 വയസ്സാകുമ്പോൾ 35 വർഷം കഴിയുമ്പോൾ കാണാമെന്ന് പറഞ്ഞു. 35 വർഷം കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുകയും ഇവർ നോക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫുഡിനും ഷോപ്പിങ്ങിനായിട്ട് ചിലവാക്കിയ പുള്ളി ഉണ്ടല്ലോ, പുള്ളി പറഞ്ഞു, എടാ ഞാൻ ഏകദേശം 35 വർഷം കൊണ്ട് ഞാനൊരു 4 ലക്ഷം രൂപ ചിലവാക്കിയിട്ടാ. 4 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര വലിയൊരു എമൗണ്ട് ആയിട്ട് തോന്നിയില്ല. കാരണം 35 വർഷം കൊണ്ട് ഞാനൊരു 4-4.25 ലക്ഷം രൂപ മാത്രമാണ് ചിലവാക്കിയത്. അത് കുഴപ്പമില്ല, എനിക്കങ്ങനെ അതുകൊണ്ട് വലിയ ഇമ്പാക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നീ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന നിനക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടായോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, നീ 4 ലക്ഷം നിൻ്റെ കയ്യിൽ നിന്ന് പോയി, അത് വലിയ കാര്യമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും അതേ 4 ലക്ഷം ഇത്രയും വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത എൻ്റെ കയ്യിൽ ഇന്ന് ഏകദേശം 50-60 ലക്ഷം രൂപ എനിക്ക് റിട്ടേൺ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ആക്ച്വലി കേട്ട് കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകാരനാകെ ഷോക്കിംഗ് ആയി പോയിട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇത്രയും പൈസ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത്? കാരണം നമ്മൾ ഈ നേരത്തെ പറഞ്ഞ 1% റൂളിൻ്റെ സംഭവം തന്നെയാണ് ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. നമ്മൾ പലിശ കൂടി ഒരു നിശ്ചിത സ്റ്റേജൊക്കെ കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യുമെന്ന് പറയില്ലേ, അതിന് തന്നെയാണ് നമ്മളിവിടെ ലൈഫിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഒരു സംഭവം പഠിച്ച് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. സ്ക്രീനിൽ ഒരു ഫോട്ടോ കാണിക്കട്ടെ. ഈ ഫോട്ടോയിൽ വാലി ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു സാധനം ട്രൈ ചെയ്യുന്നു 6 മാസം, 1 വർഷം, അല്ലെങ്കിൽ 3 മാസം, 6 മാസം, 9 മാസം, 10 മാസം നമ്മൾ ട്രൈ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത് പോലെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, ഒരു ലൈൻ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പോകുന്നത്, നമ്മൾ ആ ഒരു ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലേ. പക്ഷേ നോർമലി സംഭവിക്കുന്നത് ഈ ഒരു കർവ്ഡ് ആയിട്ടുള്ളൊരു ഗ്രോത്ത് കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു കർവിൻ്റെ 2ൻ്റെ ഇടയിൽ വരുന്ന ഒരു പോർഷനാണ് വാലി ഓഫ് ഡിസപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത്. 99.9% ആളുകളും ഈ ഒരു വാലി ഓഫ് ഡിസപ്പോയിൻമെൻറ്റിൽ വെച്ചിട്ട് നമ്മൾ നിർത്തും. കാരണം നമ്മൾ നോർമൽ ആളുകളെല്ലാവരും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. 99.9% ആളുകൾ നിർത്തും. ഈ ഒരു 0.1% അല്ലെങ്കിൽ 1% ആളുകൾ മാത്രമാണ് ഈ ഒരു ഡിസപ്പോയിൻമെൻറ്റിൻ്റെ പീരീഡും കഴിഞ്ഞ് മുകളിലോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ എന്താ പറയുക സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയ ആളുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവരൊക്കെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. കാരണം അവർക്ക് ഒന്നെങ്കിൽ അവർക്ക് അതിനുള്ള സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വിൽ പവർ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നിട്ടുണ്ടാവും. പക്ഷെ അത്തരത്തിൽ മുൻപോട്ട് പോയ ആളുകളൊക്കെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ
ഭയങ്കരമായിട്ട് ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഇതാണ് ഈ ബുക്കിലും കാണിച്ചിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഈ ഒരു വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെന്റ് എന്നുള്ള പീരീഡ് അത്യാവശ്യം വലിയ പീരീഡ് ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് കവർ ചെയ്തെടുക്കാൻ കുറച്ച് പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. കാരണം ടെക്നിക്കലി നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഈ ഒരു വാല്യൂ ഓഫ് പീരീഡ് ഭയങ്കര ലെങ്ത് ഉള്ള ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഒരു പീരീഡ് ആണെന്നും അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒന്നും റിസൾട്ട് വരുന്നില്ല എന്നും, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജിമ്മിന് പോയി തുടങ്ങുകയാണ്. നമ്മൾ 1 മാസം പോയി, 2 മാസം പോയി, 3 മാസം പോയി, 4 മാസം പോയി, നമ്മൾ വിചാരിക്കും എടാ ഈ സിനിമാ നടന്മാരൊക്കെ ആവുന്നത് പോലെ നമ്മളാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 4-5 മാസം കഴിയുമ്പോൾ നമ്മൾ നിർത്തും. നമ്മൾ ഒരു ആദ്യത്തെ 1 വർഷം 1.5 വർഷമൊക്കെ 2 വർഷമൊക്കെ നമ്മൾ ഈ വാല്യൂ ഓഫ് ഡിസപ്പോയിൻമെന്റിലും എടുക്കുന്നുണ്ടാവും. 2-3 വർഷമൊക്കെ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്ത് നന്നായി വർക്കൗട്ട് ചെയ്ത് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ. നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേറെ ഉണ്ട് എന്ന് പറയില്ല. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിലൊന്നും ചെയ്ത് കഴിഞ്ഞാൽ ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലിക്കബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ എത്താനും സാധ്യത ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ക്യാൻസർ പേഷ്യൻറ്റ്, ഈ ക്യാൻസർ പേഷ്യൻറ്റ് ചിലപ്പോൾ കഴിഞ്ഞ മാസമായിട്ടാണ് ഡിറ്റക്ട് ചെയ്തത് ക്യാൻസർ ആണെന്നുള്ളത്. അപ്പോൾ അവർ ചോദിക്കും കഴിഞ്ഞ 1 മാസം കൊണ്ടാണ് അറിഞ്ഞത്. അപ്പോൾ 1 മാസം കൊണ്ട് അറിഞ്ഞു. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറയണത് ഏകദേശം ബോഡീൻ്റെ 80% സ്ഥലത്തും അല്ലെങ്കിൽ 60% സ്ഥലത്തും ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നാൾ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, ഞങ്ങൾ ഇത്ര നാളൊന്നും അറിഞ്ഞില്ല, അതിൻ്റെതായ ലക്ഷണങ്ങളൊന്നും കാണിച്ചിരുന്നില്ല. പക്ഷെ സത്യത്തിൽ ഇത് 1 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള അസുഖമാണോ അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഉണ്ടായിട്ടുള്ള അസുഖമാണോ? അല്ല, ഇത് ചിലപ്പോൾ വർഷങ്ങളായിട്ട് രൂപപ്പെട്ട് വന്ന് ഇപ്പോൾ ഒരു 80% സ്പ്രെഡായ സമയത്തായിരിക്കും അതിൻ്റെ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു നാട്ടിൻപുറത്തൊക്കെ നമ്മൾ മുള ഉണ്ടായി നിൽക്കണം കണ്ടിട്ടില്ലേ? മുള നമ്മളിങ്ങനെ പുറത്തേക്ക് വളർന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ അധികം ശ്രദ്ധിച്ചൊന്നും വരില്ല. പിന്നെ പെട്ടെന്നൊരു 6 മാസം കൊണ്ട് ഈ മുള ഒരു 50-60 അടി ഉയരത്തിലേക്ക് പെട്ടെന്ന് വളരും. അപ്പോൾ നമ്മൾ ഒരു 5-6 മാസം കൊണ്ടൊക്കെ എങ്ങനെ ഇത്ര അധികം വളരുന്നേ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് 5-6 മാസം കൊണ്ട് താഴ്ന്ന് മുകളിലോട്ട് വളരുന്നതിനേക്കാളും മുൻപ് ഒരു 4-5 വർഷം ഇതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ താഴത്തോട്ട് വളരുന്നതിനായിട്ട് സമയം എടുത്തിട്ടുണ്ട്. ഒരു മുള നട്ട് കഴിഞ്ഞാൽ കുറേ കാലം ഇത് മുകളിലോട്ടൊന്നും വളരില്ല. കാരണം അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ടൈം എടുക്കുകയാണ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ യാതൊരു ഔട്ട്പുട്ടും അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലാത്ത രീതിയിൽ തോന്നും. പക്ഷെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഗ്രോ ആയി പോവുകയും ചെയ്യും കേട്ടോ. ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷനായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഹോപ്പ് കൈവിടാതെ അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് പഠിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ജീവിതത്തിലൊരു ചെറിയ ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് നഷ്ടങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു ദിവസത്തിൽ നിങ്ങൾ 10 മിനിറ്റാണ് നിങ്ങൾ ഒരു ഇംഗ്ലീഷിന് വേണ്ടി ഒരു സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന സമയം വരെ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നു, ഒരു 25 മിനിറ്റ് നിങ്ങൾ കാണുന്നു, ആ ഒരു ടൈം മാത്രമേ നിങ്ങൾ സ്പെൻഡ് ആക്കുന്നുള്ളൂ. പക്ഷെ ആ ഒരു ടൈം കൊണ്ട് നിങ്ങൾ വേറെ ഭീകര സംഭവങ്ങളൊന്നും ചെയ്യാനും പോകുന്നില്ല അല്ലേ? അപ്പോൾ നിങ്ങളൊരു ദിവസത്തിൽ 10, 20, 30 മിനിറ്റ് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാലും നമുക്ക് ജീവിതത്തിലൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല അല്ലേ? മറ്റേത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്നു, ബുദ്ധിമുട്ടാകുന്നു, പൈസ പോകുന്നു, നമ്മളാകെ വിഷമത്തിലാവുന്നു. ഇത് നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. സമയത്തിന് അതിൻ്റെതായ വിലയുണ്ടെങ്കിൽ പോലും നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സമയം വെറുതെ ചിലവാക്കുന്നത് കൊണ്ട് ഒരു അരമണിക്കൂർ നമ്മൾ എന്തെങ്കിലും കാര്യം പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് 2-3 വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഒരു കഥ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ ഒരു വൈൻഡപ്പ് ആക്കാം കേട്ടോ. ഒരു വയസ്സായ അപ്പാപ്പൻ കരിങ്കൽ കോറിയിൽ, നമ്മുടെ കരിങ്കലൊക്കെ എടുക്കുന്ന കോറിയിലാണ് മൂപ്പര് പണിയെടുക്കുന്നത്. അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു? മൂപ്പരിങ്ങനെ എല്ലാ ദിവസവും പോവും. മൂപ്പര് അവിടെയുള്ള ഏറ്റവും വലിയൊരു പാറയുടെ മുകളിൽ കയറിയിരുന്നിട്ട് മൂപ്പര് എന്നോ ഒരു ചിറ്റി കൊണ്ട് മറ്റെങ്ങനെ അത് പൊട്ടിക്കുന്ന ഒരു ഉളി പോലെ സാധനമുള്ളൂ, അത് മടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ മറ്റു പണിക്കാരൊക്കെ വന്നിട്ട് പറയും, എൻ്റെ ചേട്ടാ അവിടെ കുറേ കുഞ്ഞി കല്ലുകളുണ്ട്, ചെറിയ കല്ലുകളുണ്ട്, നിങ്ങൾ അത് പോയി പഠിച്ച് പൊട്ടിക്കി, നിങ്ങൾ ഈ വയസ്സാം കാലത്ത് ഈ വലിയ പാറ തന്നെ പൊട്ടിക്കണമെന്ന് എന്തിനാണ് ഇത്ര നിർബന്ധം എന്ന് ചോദിക്കുമ്പോൾ പുള്ളിക്കാരൻ പറയും അത് കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തോന്ന് പറയുമ്പോൾ അവിടെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളൊക്കെ ചെറിയ ചെറിയ പാറക്കല്ലുകളും കരിങ്കല്ലുകളൊക്കെ പൊട്ടിച്ചെടുക്കുകയും അവർക്ക് അതിൻ്റെതായ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ അപ്പാപ്പൻ എന്നും ഇങ്ങനെ വലിയൊരു ഹ്യൂജ് പാറക്കല്ല്, അതായത് അത്യാവശ്യം ഒരു 2-3 ടണ്ണൊക്കെ വെയിറ്റുള്ള പാറക്കല്ലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. വർഷങ്ങളൊക്കെ കടന്നുപോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും നിൽക്കലെ മൂപ്പര് ഇങ്ങനെ ഒരു അടി അടിച്ചൊഴുകി ഈ പാറക്കല്ല് 2 പീസായിട്ട് പിളർന്നിട്ട് താഴത്തോട്ട് ഇങ്ങനെ വലിയൊരു പാറക്കല്ല് വീഴാണ് കേട്ടോ. അപ്പം എല്ലാവരും ഞെട്ടിയിട്ട് മൂപ്പരോട് പറഞ്ഞു, നിങ്ങളെങ്ങനെ ഈ ഒരു അടിയിൽ ആ പാറക്കല്ല് നിങ്ങൾ പൊട്ടിച്ചു എന്ന് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു,
പൊട്ടിയത് ഈ ഒരു അടിയിലാണ് നിങ്ങൾ കണ്ടതെങ്കിലും ഇത് പൊട്ടാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് അടികൾ ഇതിൻ്റെ മുൻപ് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അടികളൊക്കെ ഞാൻ അടിക്കുമ്പോഴും ഇതെന്തെങ്കിലും പൊട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരത്തിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ്, പുതിയ വാക്കുകൾ, സെൻറ്റൻസുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളോട് സംസാരിക്കൽ, ഈ പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുകയും മറ്റുള്ള ആളുകളോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലാതായി മാറുകയും നിങ്ങൾ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അതൊരു വേറൊരു എന്താ പറയുക ഒരു അന്യഗ്രഹ ജീവിയുടെ ലാംഗ്വേജ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷ പോലെ ആക്സെപ്റ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകാനും മറ്റുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാനും സാധിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കുറേ കഴിയുമ്പോൾ നമ്മൾ വളരുട്ടാം. സൂത്രപ്പണിയൊന്നുമില്ല. ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ബേസിക് ആയിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം കഷ്ടപ്പെടണം, അത്യാവശ്യം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം, കുറേ കാലം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ ക്ഷമയോട് കൂടിയിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രം തന്നെ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആഴ്ച കൊണ്ട്, 2 ആഴ്ച കൊണ്ട്, 1 മാസം കൊണ്ടൊന്നും ലോകത്ത് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കട്ടെ. കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ ചാനൽ കാണാത്ത ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ടാവുമല്ലോ. ഇതുപോലുള്ള വീഡിയോകൾ കൂടുതൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ ഇവിടെ വരുന്നുണ്ടാവും. അതൊക്കെ കണ്ടു നോക്കിയിട്ട് വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ദിസ് ഈസ് ഷിജി തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.